പാണ്ടി കരിമ്പാല ചരിതം 4-ാം ഭാര്യ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഈ അധ്യായത്തിൻ്റെ പേരാണ് വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവള്ളി. മോഹവല്ലിയല്ല, മോഹവള്ളി. കാരണം ഈ കല്യാണത്തിന് ശേഷം ഇതിനു മാത്രം വള്ളിയാണല്ലോ ഇയാളുടെ തല വന്ന് വീഴുന്നത്. മുൻകാലങ്ങളിൽ ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളും ഇടിത്തി പോലെ പോകുന്ന ഇയാളുടെ തല വീണുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ ദിവസം എലിസബത്ത് ഉദയനെതിരെയാണെങ്കിൽ നമ്മുടെ കോകിലാക്ക മാമാവെ പറ്റി ഏതാവത് സൊണ്ണ ഉടമ്പിരുക്കുമാണ് ഉയരിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ടിട്ടേക്കുന്ന ഒരു വീഡിയോയ്ക്ക് ഒരു മറുപടിയായിട്ട് എലിസബത്ത് ഉദയൻ ഒരു വീഡിയോ ഉണ്ട്. അതിലോട്ട് നമുക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് കഴിഞ്ഞ ദിവസം ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഇവരൊരു പാൽപ്പായസ ചരിതം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിച്ചിട്ട് എലിസബത്ത് പറയുന്ന കാര്യങ്ങളിലോട്ട് വരാം. கேரட் பால் பாயசம் சத்தியமா உண்மை ஒன்னு சொல்லட்டுமா? ஆரே வா, இது கவிதை. சத்தியமா உண்மை ஒன்னு சொல்லட்டுமா? அந்த உண்மை சொல்லு பாலண்ணை. உன்னை விட பால் பாயசம் சூப்பர் 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 தானே. ആ സൂപ്പർ தானே. എടൻ്റെ പൊന്നടാവേ, ബാക്കി കൂടെ കേൾക്കാം. சாயங்கால நேரத்துல சாஞ்சி சாஞ்சி மரத்து சத்தியமா உண்மை ஒன்னு சொல்லட்டுமா? അല്ല, ഉണ്മ ഒരു തവണ ചൊല്ലിയായിരുന്നു. നമുക്ക് ബാക്കി വിഷയത്തിലോട്ട് വരാം. സത്യമാ പാൽ പായസം സൂപ്പർ താനേ. തനിക്ക് വയ്യേ, ഫണ്ണൊക്കെ അവിടെ നിർത്തും. നമുക്ക് സീരിയസ് വിഷയത്തിലോട്ട് വരാം. ബാ. പണ്ടൊക്കെ ദേഷ്യം വരും. നമുക്ക് മുമ്പിരിക്കുന്നവരൊക്കെ നമ്മളെ ചതിക്കുമ്പോഴോ പച്ചയ്ക്ക് ചതിക്കുമ്പോഴോ ഇങ്ങനൊക്കെ ഭയങ്കരമായിട്ട് വിഷമം തോന്നും. ഇപ്പം അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സേ ഇല്ല. കാരണം മറ്റൊന്നുമില്ല. പണ്ടൊക്കെ പച്ചയ്ക്ക് ചതിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങാണ് ഇയാൾ വാ തുറന്നു കഴിഞ്ഞാൽ പച്ചയ്ക്ക് പച്ച വരാതും ഇയാളുടെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്. ഒരു അക്ഷരം മിണ്ടാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇപ്പം കോകിലിനെ മുന്നിൽ നിർത്തി സംസാരിക്കുന്നു, ജേക്കബിനെ കൊണ്ടുവന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഇയാളുടെ കുറച്ച് പരിപാടികളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ലോകത്ത് ഇടയ്ക്ക് ആര് വിചാരിച്ചാലും വരാൻ പറ്റില്ല. അതാണ് സത്യം. എത്ര ശ്രമിച്ചാലും ഇതിനകത്ത് വരാൻ പറ്റില്ല. അത് ദൈവം തൻ്റെ ഒരു വരം. പക്ഷേ ഇവരുടെ ലോകത്തോട്ട് വരാൻ അനുവാദമുള്ള ചില ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ സെർവൻ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ 19 വയസ്സുള്ള പെൺകുട്ടികൾ, ഇവർക്കൊക്കെ ഇയാളുടെ ജീവിതത്തിലോട്ട് എന്തായാലും അനുവാദം ഉണ്ടാവും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് വീഡിയോസ് ഇടാൻ പറ്റില്ല. കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നിയമപരമായിട്ട് നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുക. അതുപോലും ഞാൻ ജയിച്ചു കഴിഞ്ഞാലും ഇവരൊക്കെ ഇങ്ങനെ തെറ്റ് ചെയ്തു, ഇതൊക്കെ സംഭവിച്ചു പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. അല്ല, ഇവര് ജയിച്ചു എന്ന് പറയുന്ന ഏതിന്റെ സംഭവമാണ്? ഇപ്പം അമൃതയുടെ ആ ഒരു കേസാണ് പറയുന്നുണ്ടെങ്കിൽ സ്വന്തം മകളുടെ ഇൻഷുറൻസ് തുക വിഡ്രോ ചെയ്യുകയും അതേപോലെ തന്നെ അതിനകത്ത് ഫോർജറി നടത്തുകയും, എന്തുകൊണ്ട് ഇയാളുടെ സ്വന്തം ഈ ഒരു ഇൻഫ്ലുവൻസ് കാരണം, പണത്തിന്റെ അല്ലാത്ത രീതിയിലുള്ള ഇൻഫ്ലുവൻസ് കാരണം നടത്തിക്കുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് ഇയാൾക്ക് വിജയമുണ്ടായി എന്നുള്ളതാണോ പറയുന്നത്? ലേശ ഉളുപ്പ് വേണ്ടോ തനിക്ക്? ലേശ ഉളുപ്പ്. ഞങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസ് പോലും, അതായത് ഇന്ന യൂട്യൂബ് ചാനൽ ബാല കോക്കില യൂട്യൂബ് ചാനലിൽ നിന്ന് ഫോട്ടോസ് പോലും ആരും ഇടാൻ പാടില്ല. എന്നാൽ ഇതൊന്നും ഒരു പ്രൈവറ്റ് സ്പേസ്. ഞങ്ങൾ കോപ്പിറൈറ്റ്സ് മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. വി ക്യാൻ ഡു ദാറ്റ്. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ ഇല്ലേ, ഇവരുടെ ഈ ഒരു പാൽപ്പായസം ചരിത്രത്തിൻ്റെ, ഇത് ഇവരുടെ ഗാലറിയിൽ ഇവർ പ്രൈവറ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇത് ഞാൻ അവരുടെ ഗാലറി ഹാക്ക് ചെയ്തെടുത്തിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ട സാധനമേ അല്ല, പബ്ലിക്കായിട്ട് ഇട്ട ഒരു സാധനമല്ല. ഞാൻ ഹാക്ക് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഹാക്കിംഗ് സ്കില്ലാണ്. അതുകൊണ്ട് എടുത്തോണ്ട് വന്നതാണ്. എൻ്റെ പൊന്നെ, നിങ്ങൾ പബ്ലിക്കായിട്ട് കൊണ്ടിട്ടേക്കുന്ന സാധനമാണ്. അതിനെപ്പറ്റി ആൾക്കാർ സംസാരിക്കുക, അഭിപ്രായം പറയും. ഇതിപ്പം മാമാവൊക്കെ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലിസബത്ത് ഉദയൻ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ റിയാക്ഷൻ വ്ളോഗേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെതിരെ ഒരു ബദൽ ചൊല്ലാൻ നിങ്ങൾക്ക് വായിലെ ഒന്നുമില്ലേ? തെളിവുകൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏതൊക്കെ കുറേ പേപ്പർ കാണിക്കുന്നു. എന്നിട്ട് ഒരു ജേക്കബിനെ കൊണ്ടുവരുന്നു. എന്നിട്ട് മുൻപ് ഇവർ വേറെ കല്യാണം കഴിച്ചെന്ന് പറയുന്നുണ്ട്. ഇതല്ലാതെ വേറൊരു തെളിവില്ല. പിന്നെ ഒരു അക്ഷരവും മിണ്ടനില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇനി എല്ലാവരെയും വായ അടപ്പിക്കുമല്ലോ, എന്നാൽ പിന്നെ എല്ലാവർക്കും ഞാൻ കോപ്പറേറ്റ് സ്ട്രൈക്ക് തരുവിടാം. ഇതാണ് ഇയാൾ പറയുന്നത്. അപ്പോഴും ഇയാൾക്ക് അറിയത്തില്ലേടെ ഈ പറയുന്ന യൂട്യൂബിൻ്റെ ഫെയർ യൂസ് പോളിസിയിൽ പറയുന്ന പ്രകാരമാണ് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത്. മണ്ടനാണോ തൈൻ? അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ തൈൻ? ആത്മാർത്ഥമായിട്ട് സന്തോഷമായിട്ട് ദൈവത്തിന്റെ പാതയിൽ നടക്കണം. ഒരാൾ നന്നായിരിക്കുന്നത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് പച്ചയ്ക്ക് കള്ളം പറയുന്നത് നിർത്തണം. ശരിയാണ് കുഞ്ഞാടെ. ദൈവത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു വ്യക്തിനെ ആരും ഇങ്ങനെ വേദനിപ്പിക്കാതിരിക്കുക. കുഞ്ഞാടിന്റെ മനസ്സുമായിട്ട് നടക്കുന്ന ഒരു പിഞ്ചു പൈതമാണ് നമ്മുടെ മാമ ബാല. അപ്പോ ബാല കോക്കില, ജസ്റ്റിസ് ഫോർ കോക്കില. ഇപ്പൊ ഈ ചിരിച്ചുകൊണ്ട് പറയുന്നത് നാളെ കരഞ്ഞുകൊണ്ട് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരുന്നാൽ മതി. മിക്കവാറും നമ്മളിത് ജസ്റ്റിസ് ഫോർ കോകില എന്ന് പറഞ്ഞുകൊണ്ട് എന്നായിരിക്കും വീഡിയോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഓക്കെ, എന്തുതന്നെയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ രക്ഷപ്പെടട്ടെ എന്നുള്ളത് മാത്രം പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് മാത്രം നമ്മൾ പറയുന്നു. ഇനി നമ്മുടെ എലിസബത്ത് പറയുന്ന കാര്യങ്ങളിലോട്ട് നമുക്ക് വരാം. എൻ്റെ കല്യാണം 2019 മെയ്യിൽ നടന്നതാണ്. 3 ആഴ്ചയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത്. പിന്നെ അതിൻ്റെ ഡിവേഴ്സ് കുറച്ച് വഴുകി പോയിട്ടുണ്ടായിരുന്നു. ആ ഡിവേഴ്സ് അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടറിനെയാണ് ഞങ്ങൾ M4 മാരിയിൽ നിന്ന് ആണ് കണ്ടുമുട്ടിയത്.
ഓക്കെ 3 ആഴ്ചയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ആ ഒരു റിലേഷനിൽ. പിന്നെ ഡിവോഴ്സ് കുറച്ച് വൈകിയായിരുന്നു. ആക്ച്വലി ഇന്നെ ഡിവോഴ്സിനെ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ ആക്ടറാണ് ഇന്നെ ഹെൽപ്പ് ചെയ്തിട്ട്. അതായത് എലിസബത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. ആ ഡിവോഴ്സ് ആവാനെ കൊണ്ട് സഹായിച്ച വ്യക്തി ഇതേ ബാല തന്നെയാണ്. ആ ബാലയാണ് അന്ത മാമാവെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കോകില എന്ന് പറയുന്നത്. മാമാവെ പറ്റി ഏതാവത് സൊണ്ണ നിങ്ങ ഉങ്ങളോட ഫസ്റ്റ് ഹസ്ബൻഡെ പറ്റി സൊള്ളിയാച്ചില്ലേ അന്ത ബാല മാമ ഒന്നും പറഞ്ഞു തന്നില്ലേ ചേച്ചി? ഇത് പുള്ളിയാണ് ഈ പറയുന്ന പോലെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് സഹായിച്ചത്, ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ അതൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള തെളിവുകളൊക്കെ തരാം. പിന്നെ അതുപോലെ തന്നെ ഈ കുഴപ്പം പറയേണ്ടത്, ഇനി എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് കുഴപ്പം പറയേണ്ടത് ആ പുള്ളിയാണ്. ആ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ആൻസർ പബ്ലിക്കായിട്ട് തന്നെ വന്നിട്ട് പറയുന്നതായിരിക്കും. അതിലെനിക്ക് ഒരു മടിയില്ല. ഓക്കെ, അപ്പോൾ ആ പ്രശ്നം ആക്ച്വലി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. 4 5 കഴിഞ്ഞിട്ട് ഒരു ചെയ്യുന്ന ഒരാൾ മുമ്പ് വന്ന് കഴിഞ്ഞ് അതും അയാളോട് പറഞ്ഞിട്ടാണ് ഈ കല്യാണത്തിലേക്ക് വരുന്നത്. ഈവൻ ആ ഡിവോഴ്സിന് പോലും ഒപ്പം നിന്നിരുന്ന ആൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നിന്നെ ഭീഷണിപ്പെടുത്തുന്നു. നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്യും, നിന്റെ എല്ലാ പേരും ഞാൻ നാശാക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ എന്താ വേറെ രസം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടായിരുന്നു. ആ പ്രൊഫൈലിലാണ് ഞാൻ ട്രോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്നത്തെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ട്രോളിലൊക്കെ ആക്റ്റീവ് ആവുന്നത്. ഇതിൻ്റെ ട്രോളിൻ്റെ ഇതിൽ നമ്മുടെ റിലേഷൻ സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ ഡിവോഴ്സി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. ആ പ്രൊഫൈലിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇയാളിനെ പ്രപ്പോസ് ചെയ്യണത്. സോ അങ്ങനെയും ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കോകിലക്കാവേം പറഞ്ഞ് പറ്റിച്ചേക്കാണ് നമ്മുടെ ബാലണ്ണൈ. ഓക്കെ, കഴിഞ്ഞ നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞാണ് ഈ പറയുന്ന വളരെ ബാല കൊടുത്തേക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യുക മാത്രമാണ് അവിടെ കോകിൽ ചെയ്തേക്കുന്നത്. ഇപ്പം നമുക്കറിയത്തില്ല, നമ്മളിപ്പം ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും കോകിൽ അവിടെ ശരിക്കും സഫർ ചെയ്യുന്നുണ്ടോ അതോ ഇതൊക്കെ എൻജോയ് ചെയ്ത് നടക്കണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ബാലയുടെ യഥാർത്ഥ രാക്ഷസ രൂപം പുള്ളിക്കാരുടെ മുന്നിൽ എടുത്തില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോഴും കോകിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വന്തം ഒരു ഭാര്യ ഉള്ളപ്പോൾ, ഓക്കെ രജിസ്റ്റർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, എന്നിരുന്നാലും സ്വന്തം ഭാര്യ ഉള്ളപ്പോൾ മറ്റുള്ള സ്ത്രീകളുമായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഓക്കെ നിങ്ങളുമായിട്ട് തന്നെ ബന്ധം പുലർത്തുന്നത് സ്വന്തമായിട്ടൊരു ഭാര്യ ഉള്ളപ്പോഴാണ്. നാളെ നിങ്ങൾ ഈ കൂടെ ഉള്ളപ്പോൾ തന്നെ മറ്റൊരാളുടെ അടുത്ത് പോയില്ല എന്ന് എന്താണ് ഉറപ്പ്? അത് തന്നെ ആലോചിക്കേണ്ടത്. ഇത് ഒരാളുടെ കേസിൽ മാത്രം നടന്നേക്കുന്ന കാര്യമല്ല, അതോടെ ആലോചിക്കേണ്ടതാ. പിന്നെ ഇയാൾ കല്യാണം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത്, ഇപ്പൊ കല്യാണം എന്ന് പറയാൻ പറ്റില്ല, ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇയാൾ തന്നെയാണ് പറഞ്ഞത് ആരോടും മുമ്പത്തെ കല്യാണം കഴിഞ്ഞു എന്ന് പറയരുത്, എനിക്ക് നാണക്കേടാണ് ഈ മനുഷ്യൻ തന്നെയാണ് പറഞ്ഞത്. ഇതാണ് പറഞ്ഞത്. നമ്മുടെ കോകിലൊക്കെ ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ലാന്ന് തോന്നുന്നു. കാര്യം ബാലണ്ണ ഈ നമ്മുടെ കോകിലക്കാവേയും പറഞ്ഞു പറ്റിക്കുകയാണ്. മാമ എണ്ണാ സൊന്നാലും അത് അതുപോലെ അങ്ങ് പുറിഞ്ചിക്ക് വെച്ചിക്കേ, എല്ലാം നമ്പിട്ടിരുകെ. ഇങ്ങനെ നമ്പി അവസാനം വേറെ ഒന്നും സംഭവിക്കാതിരുന്നാൽ മതി. കാര്യം ബാല പറഞ്ഞു കൊടുക്കുകയാണ്. ബാല തന്നെ പറഞ്ഞെങ്കിൽ സാധനമാണ്, പുറത്ത് വേറെ ആർക്കും പറയില്ല, ഇയാൾക്ക് നാണക്കേടാണ്. അപ്പോൾ ഇയാൾ 5-6 കെട്ടി തോന്നുന്നു ഇയാൾക്ക് പ്രശ്നമല്ല, സ്വന്തം ഭാര്യ വേറെ മുമ്പൊരെണ്ണം കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇയാൾക്ക് നാണക്കേടാണ്. അതിൻ്റെ പേരിലാണ് പറയാതിരുന്നത്. ഇന്ന് അതേ സാധനം തന്നെയാണ് എലിസബത്തിനെതിരെ ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലേശം ഉളുപ്പുണ്ടോ അതെനിക്ക്? എനിക്ക് നാണക്കേടില്ല, പുള്ളിക്ക് നാണക്കേടാണ്. എനിക്ക് നാണക്കേടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ്, അന്ന് എനിക്ക് 5000 ഫ്രണ്ട്സും 16,000 ഫോളോവേഴ്സും ഉണ്ടായിരുന്നു എൻ്റെ ആ ഫേസ്ബുക്ക് പ്രൊഫൈല്. ആ പ്രൊഫൈല് പുള്ളിയുടെ ഒപ്പം താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട്, ഇപ്പോൾ അതിനെന്ത് പേര് വിളിക്കണമെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് പുള്ളി തന്നെ എൻ്റെ പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ പ്രൊഫൈൽ ഇപ്പം ഇല്ല. അതിലാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ പ്രൊഫൈലിലാണ്. മാത്രമല്ല അന്നുണ്ടായിരുന്ന എൻ്റെ ഫോൺ പുള്ളി എറിഞ്ഞു പൊട്ടിച്ചു, ആ സിം പുള്ളി നാശാക്കി, ആ നമ്പർ ഇപ്പോൾ വേറെ ആക്കാരില്ല. അതൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇങ്ങനെ പറഞ്ഞ് കുത്തിത്തിരിച്ച് എന്തെങ്കിലും വരും, അത് മ്യൂച്വൽ ഡിവോഴ്സ് ആയിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഞാൻ ബാക്കി ആൻസറുകൾ പറയുന്നതായിരിക്കും. പിന്നെ അടുത്ത വരെ പറഞ്ഞ സംഭവമാണ് 15 വർഷത്തെ എൻ്റെ മരുന്ന് കുടി. എന്ത് മരുന്നാണ് ഞാൻ 15 വർഷമായിട്ട് കഴിക്കുന്നത്? എനിക്കിപ്പോൾ 30 എന്ന് പറയാൻ പറ്റില്ല, സെപ്റ്റംബർ 8 എനിക്ക് 31 വയസ്സാവും. സോ ഏകദേശം നമ്മൾ 15 വയസ്സ് ബാക്കിക്ക് പോവുകയാണെങ്കിൽ ഞാൻ 15 വയസ്സ് തൊട്ടിട്ട് മരുന്ന് കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. എന്ത് മരുന്നാണ് കഴിക്കണേന്ന് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ കറക്റ്റായിട്ട് പറയണ്ടേ. എന്ത് മരുന്നാണ് കഴിക്കണം? 15 വർഷമായിട്ട് എന്ത് മരുന്ന് കഴിക്കണേന്ന് നിങ്ങൾ എനിക്ക് തെളിവ് തരുവാണെങ്കിൽ നന്നായി. ഞാൻ 15 വർഷമായിട്ട് ഇപ്പോൾ കഴിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പനിക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടാവും, വേദനയ്ക്ക് കഴിച്ചിട്ടുണ്ടാവും, വയറിളക്കത്തിന് കഴിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഉള്ള മരുന്നുകൾക്കൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇതിൽ വലിയൊരു സർക്കാസം ഇരിപ്പുണ്ട്, അത് മനസ്സിലായിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, എന്തുതന്നെയാണെങ്കിലും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഈ 15 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്കിന് കോകിലേക്ക് ഈ എലിസബത്തിനെ 15 വർഷമായിട്ട് അറിയാമോ? ഇപ്പം ബാല എലിസബത്തിനെ പരിചയപ്പെട്ടിട്ട് തന്നെ എത്ര നാളായി? അപ്പം ബാല പറഞ്ഞു കൊടുത്തേക്കുന്ന അറിവുകൾ മാത്രമാണ് എലിസബത്തിന് ഈ പറഞ്ഞ കോകിലേക്കുള്ളത്. ഓക്കെ, അപ്പം ബാല, ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞല്ലോ, ബാല പിന്നീന്ന് കരിക്കൽ നീക്കുകയാണ്, ഇതുപോലെ പറയണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ബാല തന്നെ ഷൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് കോകിലേക്ക്. അവിടെ സ്റ്റാൻഡൊന്നും വെച്ചിട്ട് ചെയ്തേക്കുന്നതല്ല, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വേറെ ക്യാമറമാനെ വിളിച്ച് ചെയ്തേക്കുന്ന സാധനമൊന്നും അല്ലല്ലോ അത്. എന്നിട്ട് അത് ആ വീഡിയോ ഇട്ടേക്കുന്നത് ബാലയുടെ തന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ. എന്നിട്ട് ബാല അണ്ണ ഇതൊന്നും അന്ത മാമ ഇതൊന്നും വേണാന്ന് ചൊല്ലിട്ടെ, എന്നിട്ട് അയാളുടെ അക്കൗണ്ടിൽ തന്നെ ഇട്ടത്. അല്ലാണ്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് പറയേണ്ടതാണ് എന്ത് മരുന്നാണ് കഴിച്ചതെന്ന്. അതായത് ബ്രോഡ്ലി നിങ്ങൾ എന്തെങ്കിലും ഒരു മരുന്ന് 15 വർഷമായിട്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖം വരില്ലേ 15 വർഷമായിട്ട്. ഞാൻ ഇപ്പോൾ അടുത്താണ് ഡിപ്രഷൻ്റെ മരുന്നുകൾ കഴിക്കണേ. 15 വർഷമായിട്ട് എന്ത് മരുന്നാണ് ഞാൻ കഴിച്ചതെന്ന്, അതായത് നമ്മൾ വീഡിയോയിൽ ഒരാളിനെ നിന്റെ എന്നിട്ടാണ് ഡ്രാമ മൊത്തം പൊളിക്കുന്നു പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഇട്ട വീഡിയോ ആണല്ലോ. അപ്പം എന്ത് മരുന്നാണ് കഴിക്കണേന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു.
ഇത് മാത്രമല്ല ഞാൻ കുറേ ചോദ്യങ്ങൾ പല വീഡിയോകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതിനൊന്നും ആൻസർ ഇല്ല. പിന്നെ ഇതിന്റെ ക്യാരക്ടർ അസാസിനേഷനും ഇതിന്റെ മെന്റൽ പ്രോബ്ലം ഒക്കെയാണ് ഇവിടെ അവരിക്കുന്നത്. ഓക്കെ, എന്നാലും 15 വർഷമായിട്ട് ഞാൻ എന്ത് മരുന്നാണ് കഴിച്ചത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാകുന്നു. ഇത്ര മാത്രം കോകിലാക്ക ഒരു കാര്യം ആലോചിക്കുക. നിങ്ങളും ഒരു സ്ത്രീയാണ്. മറ്റൊരു സ്ത്രീക്ക് ആ ഒരു വീട്ടിൽ നിന്നും അയാളിൽ നിന്നും നേരിടേണ്ടെന്നുള്ള കൊടും ക്രൂരതകളെ കുറിച്ചാണ് പുള്ളിക്കാരി ഒന്ന് സംസാരിക്കുന്നത്. നാളെ നിങ്ങൾക്ക് നേരെയും സംഭവിക്കാം, അതുകൂടെ നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. എന്നിട്ടും ബാല ചൊല്ലിത്തറഞ്ഞ എല്ലാ വാർത്തയും നിജമാ ഇല്ല പൊയ്യാന്ന് ചെക്ക് പണ്ണാതെ അതെല്ലാം ഫുള്ളാ നമ്പിട്ടേ ഇருக்கு. എന്നിട്ട് എലിസബത്ത് അക്കായിക്കാണെങ്കിൽ മെന്റൽ ഡിസോർഡർ இருக்கு. അവർ മുന്നാടി ഒരു കല്യാണം പണിട്ട് കല്യാണം പണിട്ട് இந்த டிவோர்ஸ் ஆவானே കൊണ്ട് ஹெல்ப் பண்ணது உங்களோட மாமாதா. എന്നിട്ട് தான் இப்படி சொல்றேன், அவருக்கு முன்னாடி ஒரு ஹஸ்பண்ட் இருக்கு, ஏன் இன்னும் சொல்லலை, அப்படியெல்லாம் കേട്ട് இருக்கு. എന്നക്കാ ഇത്? എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സ് പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു പാണ്ടി കരിമ്പാല ചരിതമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പം അതുവരേക്കും ബൈ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയൊരു ചാനലായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്താൽ ഈ ഒരു റിയാക്ഷൻ വീഡിയോ നമ്മുടെ മെയിൻ ചാനലിൽ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് ഇട്ടത്.